എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അതിൽ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ. അതിൽ തന്നെ എക്സാംസ് എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ എന്നും അതിലൊരു സക്സസ്, അതായത് ഒരു വട്ടം ഫെയിലായെങ്കിൽ രണ്ടാമത്തെ വട്ടമെങ്കിലും അത് റെഡി ആവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. ഇപ്പോൾ നീറ്റിൻ്റെ എക്സാം എഴുതുക, അല്ലെങ്കിൽ IITSൻ്റെ എക്സാം എഴുതുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ എന്തെങ്കിലും ഫയൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻസ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിരിക്കണം, നമ്മൾ കുറച്ചും കൂടി അറിവുള്ളവരായിട്ട് അവരോട് സംസാരിക്കണം. ആ ഒരു പ്രസൻറ്റേഷൻ അവർക്ക് ഓക്കെ ആയിരിക്കണം, അവർ അതിൽ കൺവിൻസിങ് ആവണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 1-2 തവണയൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു IELTS എക്സാം, അല്ലെങ്കിൽ ഒരു PT, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലുമൊക്കെ എക്സാംസിൽ ഫെയിൽ ആവുകയാണ്, അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, ഇപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പെർഫോമൻസ് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് പറയാവുന്ന 2 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നല്ലതുപോലെ റെഡിയാവുക, തയ്യാറെടുത്ത് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിഘ്നേശ്വരൻ്റെ കോവിലിലോ, അല്ലെങ്കിൽ നമ്മളുടെ പൂജാമുറിയിലോ വിഘ്നേശ്വരന് നമുക്ക് ചെമ്പരത്തിപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കൈക്കൊമ്പിൽ നിറയെ ചെമ്പരത്തിപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാല കെട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്കത് സമർപ്പിച്ചാൽ മതി. പൂക്കളാൽ ഇങ്ങനെ ഭഗവാന് ഇഷ്ടം പോലെ ഇങ്ങനെ ആ ഒരു കാൽപാദത്തിൽ ഇങ്ങനെ സമർപ്പിച്ചാൽ മതി. നമുക്ക് ചെമ്പരത്തിപ്പൂക്കൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക, ചെമ്പരത്തിപ്പൂക്കൾ. എന്നിട്ട് നിങ്ങൾ ആ വിചാരിക്കുന്ന ഒരു കാര്യം നല്ലതുപോലെ സക്സസ് ആകണം എന്നുള്ളത് പ്രാർത്ഥിക്കുക. ഇതേപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സരസ്വതി ദേവി, അതായത് താമര പൂവിലിരിക്കുന്ന, കയ്യിൽ വീണയുള്ള സരസ്വതി ദേവിക്ക് നമ്മൾ പ്ലാഷിൻ്റെ പൂ, അല്ലെങ്കിൽ പ്ലാച്ചിൻ്റെ പൂ, ഒരു ഓറഞ്ച് കളർ പൂവാണ്. അത് എല്ലാ സീസണിലും ഉണ്ടാവില്ല, പ്രത്യേക സീസണിലൊക്കെയാണ് അത് കൂടുതലും ഉണ്ടാവുള്ളൂ. ആ ഒരു പൂ കൂടെ പ്രാർത്ഥിക്കാം. ഭയങ്കര പവർഫുള്ളാണ് ഈ ഒരു കാര്യം. നമുക്ക് പ്ലാച്ചിൻ്റെ പൂ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് പോയാലും മതി. അല്ല, ഈ പ്ലാച്ചിൻ്റെ പൂ കിട്ടുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ അത് ധാരാളമായിട്ട് പൂക്കുന്ന ഒരു കാലമാണ്. ആ ഒരു പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക, അതായത് ആ പൂക്കൾ നമ്മൾ നിലത്ത് വീഴാതെ പറിച്ചെടുത്തിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. ഈ 2 കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ പോകുന്ന ഒരു അമ്പലത്തിൽ ഈ ഒരു പ്ലാച്ചിൻ്റെ മാല കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൂക്കൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഇത് ആഗ്രഹിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എപ്പോഴാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് വെച്ചാൽ ആ ഒരു സമയത്ത് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സക്സസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും ബൈ ഫ്രം ബ്ലോഗ് തൃശ്ശൂർ.